എന്റെ മോൻ എവിടെയെന്ന് പോലും എനിക്ക് അറിയാൻ കഴിയണില്ല. മോനിപ്പോ എവിടെ പോയത്? എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ്, എനിക്കറിയില്ല എവിടെ പോയതെന്ന്. ഈ ഒരു പൊതി പിടിച്ചതിന് ശേഷം പൊതി പല സമയങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി ഈ പൊതി പിടിച്ചതിന് ശേഷം വീട് വിട്ടിറങ്ങി പോവുകയാണ് ചെയ്തത്. ഫോൺ ഓഫാണ്, എവിടെയെന്ന് എനിക്കറിയില്ല. എനിക്ക് നിന്നെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ്. എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുമെന്ന പ്രതീക്ഷയുള്ള ഞാൻ കാത്തിരിക്കും, ഇൻഷാ അല്ലാഹ്. രാത്രി വൈകി എത്തുന്ന മക്കൾ, എന്ത് ചോദിച്ചാലും ദേഷ്യപ്പെടുന്ന മക്കൾ, രാത്രി ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് മുറിയിൽ കയറി കിടന്നുറങ്ങുന്ന മക്കൾ, ഇവരെയൊക്കെ നന്നായി ശ്രദ്ധിക്കുക. സന്തോഷത്തിന്റെ പൊതിയല്ല, ഇതെന്റെ മോന്റെ കയ്യിൽ നിന്ന് പിടിച്ച ഒരുപാട് സാധനങ്ങളാണ്. തുറന്നു നോക്കി. ശരിക്കും എന്താണ് സംഭവം? ഇത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല. ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പൊതികളാണ് ഇതെല്ലാം. ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അത്തറിന്റെ കുപ്പിയാണ്. അതുപോലെ ലൈറ്റർ, ഇത് ചൂയിങ്കം. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ സാധനങ്ങൾ, ഇതിനേക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ്. ഇടുക്കി ഗോൾഡ്, യു ഗെറ്റ് ദ ബെസ്റ്റ് സീറ്റ് ഇൻ ദ ഹൗസ്. ഇതൊന്നും എനിക്കറിയില്ല മോളെ. എന്നിട്ട് ഉമ്മ ശരിക്കും എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത്? വീട്ടില് എനിക്ക് ആശ്രയമായിട്ടുള്ളത് കുട്ടി മാത്രമാണ്. പക്ഷെ മോന് എത്ര വയസ്സുണ്ട്? മോനിപ്പോ 21 വയസ്സായി. പണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോവലുണ്ട്. പക്ഷെ രാത്രി വൈകിയൊക്കെ എത്താറുള്ളു. പക്ഷെ നമുക്ക് കൂടെ പോകാനൊന്നും കഴിയില്ലല്ലോ. പല നാളിൽ പല ആൾക്കാർ പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട്, കുട്ടി അങ്ങനെയാണ്, കുട്ടി ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ മക്കളെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. ഉമ്മാനോട് എന്താ പറഞ്ഞെന്ന് കഴിഞ്ഞാല്, ഞാനൊരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട്. പൊതി മാത്രമല്ല, ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട്. ഏൽപ്പിച്ചു കഴിഞ്ഞു. ഒരമ്മയും ഒരിക്കലും കാണരുതേ എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മക്കൾ ചീത്തയാണെന്നറിയപ്പെടാൻ ഒരമ്മയും ആഗ്രഹിക്കില്ല. മറ്റുള്ളവർ പറയുന്നത് പോലും, ഇനി മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മക്കളുടെ ആ തെറ്റുകൾ മറ്റുള്ളവർ ഏറ്റെടുത്ത് പറയുന്നത് കേൾക്കാൻ പോലും ഒരമ്മയ്ക്കും താല്പര്യം ഉണ്ടാവില്ല. നൊന്ത് പ്രസവിച്ച കുഞ്ഞ് വഴി തെറ്റുന്നത് കണ്ടിരിക്കാൻ ഒരമ്മയ്ക്കും ആവില്ല. ജസനാസ് വ്ലോഗ് എന്ന ചാനലിൽ വന്ന ഈ വീഡിയോ അത്രയും പ്രസക്തി ഉള്ളതായതുകൊണ്ടാണ് അത് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ആശ്രയമായിട്ടുള്ളത് കുട്ടി മാത്രമാണ്. പക്ഷെ മോന് എത്ര വയസ്സുണ്ട്? മോനിപ്പോ 21 വയസ്സായി. പണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോവലുണ്ട്. പക്ഷെ രാത്രി വൈകിയൊക്കെ എത്താറുള്ളു. പക്ഷെ നമുക്ക് കൂടെ പോകാനൊന്നും കഴിയില്ലല്ലോ. പല നാളിൽ പല ആൾക്കാർ പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട്, കുട്ടി അങ്ങനെയാണ്, കുട്ടി ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ മക്കളെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. ഉമ്മാനോട് എന്താ പറഞ്ഞെന്ന് കഴിഞ്ഞാല്, ഞാനൊരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട്. പൊതി മാത്രമല്ല, ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട്. ഏൽപ്പിച്ചു കഴിഞ്ഞു. പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ. കാരണം നമുക്കത് സൂക്ഷിക്കാൻ പ്രായോഗികമല്ല, നിയമത്തിന് വിധേയമല്ലല്ലോ. അപ്പൊ ഞാനത് ഓൺ ദ സ്പോട്ടിൽ തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, നിയമത്തിന്റെ മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത ചാനലിൽ, ഒരു പ്രമുഖ ചാനലിൽ വന്നൊരു ന്യൂസ് കണ്ടപ്പോ എനിക്ക് മോളെ വിളിക്കണമെന്ന് തോന്നി. എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ. കാരണം ഇതിനൊക്കെ ഓരോ കോഡ് ഭാഷയുണ്ട്, ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മളെ മക്കളല്ലേ, ഇത് വേറൊന്നും ആയിരിക്കൂലെന്ന്. പക്ഷെ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ്. അപ്പം അതിനെക്കുറിച്ചൊന്ന് മോളോട് പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ. ശരിക്കും നമ്മൾ ഒരിക്കലും നമ്മളെ മക്കൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളെ മോനെ പറ്റിയിട്ട് കേട്ടിട്ട് പോലും അത് വിശ്വസിച്ചിട്ടില്ല. ഇല്ല. പിന്നെ ഇങ്ങനെ ഒരു പൊതി കിട്ടിയ സമയത്ത് ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു? പിന്നെ എനിക്ക് ആ അമ്മ പറയുകയാണ്, എനിക്ക് എൻ്റെ മോനെ പേടിയാണെന്ന്. സ്വന്തം മകനെ പേടിച്ച് രാത്രി ഉറക്കമൊഴിച്ചിരിക്കുന്ന ഒരു അമ്മയെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്രത്തോളം ഭീകരമാണ് അവസ്ഥ. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പാടില്ലേ എന്ന് ചോദിക്കുന്ന സമൂഹത്തോട്. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു
സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പേടിയായിരുന്നു. പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു. എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം എനിക്കിവിടെ പറയാൻ കഴിയൂല. ഞാനൊരു ഉമ്മയല്ലേ. അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഡെയിലി ഓരോ ദിവസവും അവൻ കൂടി വരികയല്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല. അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മയെ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടാ, അമ്മയെ തിരിച്ചറിഞ്ഞൂടാ, സമൂഹത്തിൽ കൊലപാതകം, പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള ലഹരി. അമ്മയെ തിരിച്ചറിയില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു അനുഭവം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. 21 വയസ്സായ മോനിൽ അതെ, മോനിൽ നിന്ന്. ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സുകളെ കൊണ്ടൊന്നും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത്. മുട്ടിന് കൗൺസിലിംഗ് സെൻ്ററുകളും ചർച്ചകളും പ്രസംഗങ്ങളും പൊതുയോഗങ്ങളുമെല്ലാം നടത്തുമ്പോൾ തന്നെ ഈ കൊടിയ വിഷത്തിനെതിരായിട്ട് ഈ പുതുതലമുറയുടെ മനസ്സിലേക്ക് ഒരു ചെറിയ ചലനം പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനമെടുത്താലും അതിൻ്റെ പിറകിൽ ഇത്തരം മയക്കുമരുന്ന് മാഫിയകൾ പ്രവർത്തിക്കുന്നു. കുട്ടികളെ വലവീശി മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു ഗൂഢസംഘം വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്തും പ്രവർത്തിക്കുന്നു. എല്ലാ മാതാപിതാക്കളും അതീവ ശ്രദ്ധാലുക്കളാവേണ്ട ആവശ്യമുണ്ട്. സ്വന്തം മക്കളെ വിശ്വസിച്ച് തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ മകൾ ഇത്തരം ഒന്നും ചെയ്യില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല എന്നുള്ള അമിത വിശ്വാസം കളയുക. കാരണം സംശയത്തോടെ തന്നെ കാണുക. മക്കൾ ഉപയോഗിക്കുന്ന ബാഗായാലും അതേപോലെ വണ്ടിയായാലും അതിലെല്ലാം ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഉമ്മക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? ഇനി എനിക്ക് സമൂഹത്തോടും മറ്റുള്ള ഉമ്മമാരോടും പറയാനുള്ളത്, കാരണം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത്. അപ്പോൾ നമ്മളെ മക്കളെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും, അത് ഇപ്പൊ സ്മെല്ലില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളൊന്ന് നേരെയാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടതുപോലെ ഇനി ഒരു ഉമ്മാക്ക് ഒരു മാത്രമല്ല മോളെ, ഇവൻ ഇനി വലുതായി മറ്റൊരു കല്യാണം കഴിഞ്ഞ് പോയാല് ആ കുട്ടിയും എന്നെ പോലെ കരയേണ്ടി വരൂലേ ഇവൻ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്ത് നാളെ ഒരു ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ അടുത്ത് വിളിച്ചോണ്ട് നമ്മളെ പോലെ അവരിരുന്ന് കരയാൻ പാടില്ല. നമ്മളെ ഇങ്ങനെ മക്കളെ കൊണ്ട് ഇടങ്ങേറായി നമ്മളെ പോലെയാണല്ലോ മറ്റു പെണ്ണുങ്ങളെ, നമ്മുടെ മരുമോളാണെങ്കിലും മോളായിട്ടാണല്ലോ വരണത്. കാരണം ഇതിങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയും ഇതിനൊരു ഏരയാവണ്ടേ, അവന്റെ അടി കൊള്ളണ്ടേ, അതുവഴി ആത്മഹത്യ ചെയ്യൂലേ, ഡൈവോഴ്സ് നടക്കൂലേ, എന്തൊക്കെയാ പിന്നെ നടക്കലുണ്ടാവുക. ഒരുപാട് പ്രതീക്ഷയിലാണല്ലോ മകനെ വളർത്തിയിട്ടുണ്ടാവുക. ഞാൻ ആദ്യമായിട്ട് ഈ ഉമ്മ ആ കുട്ടിയുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ്, ആ കുട്ടിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങൾ കാണിച്ചു തന്നപ്പോ ശരിക്കും കണ്ണ് നിറഞ്ഞു പോവാണ്. കാരണം ഒരുപാട് പ്രതീക്ഷയിൽ സ്വന്തം മകനെ വളർത്തിയ ഒരു ഉമ്മയാണ് ഇന്ന് നമുക്ക് മുന്നിൽ വന്നിട്ട് ഈ കരച്ചിൽ കാണുമ്പോൾ ഈ അമ്മയെ എത്ര നമിച്ചാലും മതിയാവില്ല. സ്വന്തം മക്കളുടെ തെറ്റുകൾ രഹസ്യമാക്കി വെച്ച് സൂക്ഷിക്കുന്ന അമ്മമാർക്ക് ഒരു പാഠമാണ് ഈ അമ്മയിൽ നിന്നും പഠിക്കാനുള്ളത്. തൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ അത് എത്രയും പെട്ടെന്ന് നിയമപാലകരെ അറിയിക്കാൻ ശ്രമിച്ച ആ മനസ്സ്, ഇനി തൻ്റെ മകന് പറ്റിയ ഈ തെറ്റുകൾ മറ്റു കുട്ടികൾക്കും ആവർത്തിക്കാതിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ അത് സമൂഹ മാധ്യമങ്ങളോട് വിളിച്ചു പറയാനുണ്ടായ ആ മനസ്സിൻ്റെ ഒരു ധൈര്യം, ഇതിനൊക്കെ നമിച്ചേ പറ്റൂ. വീഡിയോയിൽ കൂടി എന്റെ മോന് ലോകത്തിന്റെ എവിടെ ജീവിച്ചിരുന്നാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എവിടെ നീ ജീവിച്ചിരുന്നാലും നന്നായിരിക്കുക, ലഹരിയിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുക. എവിടെ ഇരുന്നാലും എന്റെ ദുആ ഉണ്ടാവും. എനിക്ക് നിന്നെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. എത്ര സമൂഹം പുച്ഛിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ്. എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും. ഇൻഷാ അല്ലാഹ്.